ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറുപഴം വെച്ചിട്ടൊരു പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ കേക്ക് എന്നൊക്കെ പറയാം, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ. അപ്പം ഈ ഒരു പഴം, ചെറുപഴം അധികം ആർക്കും ഒന്നും ഇഷ്ടമുണ്ടാവില്ലല്ലോ. പെട്ടെന്ന് തന്നെ നന്നായിട്ട് പഴുത്ത് വരുന്നൊരു സംഭവമാണല്ലോ ഈ ഒരു ചെറുപഴം എന്ന് പറയുന്നത്. ഒത്തിരി ഉണ്ടെങ്കിൽ എന്താ ഇപ്പോൾ ചെയ്യാന്നൊക്കെ വിചാരിച്ച് നിൽക്കണവർക്ക് ഇതുപോലത്തെ ഒരു പലഹാരം ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാനിവിടെ കുറച്ച് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നടുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പഴവും ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചൊക്കെ പഴം എടുക്കാം. ഞാൻ ഇപ്പോൾ ഒത്തിരി പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം നന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഒരു ബൗളിലേക്ക് ഒരു 3 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത്. ഇനി പഞ്ചസാര ഒന്ന് മെൽറ്റാവുന്ന രീതിക്കൊന്ന് ഈ മുട്ടയും പഞ്ചസാരയൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായിട്ട് പതപ്പിച്ചെടുക്കൊന്നും വേണ്ട കേട്ടോ. ഈ പഞ്ചസാര ഒന്ന് ഉരുകി കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ 3 മുട്ട വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇതിലും വലിയ വലിപ്പത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുട്ടയൊക്കെ കൂടുതൽ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്കൊരു 1/4 കപ്പ് തേങ്ങ ചിരകിയതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ അത് ചേർത്താൽ. ഇതും കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ മധുരത്തിൻ്റെ ഒരു ബാലൻസിന് വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. അതും കൂടി ചേർത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 2.5 കപ്പ് മൈദാമാവാണ് കേട്ടോ ചേർക്കുന്നത്. അത് ഇതുപോലെ ഒരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് തരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ ഈ മുട്ടയും മൈദയും നന്നായിട്ട് കലങ്ങുന്ന രീതിക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ അധികം ലൂസാവണ്ട കേട്ടോ. ഈ ഒരു തിക്നെസ്സിലാണ് ഈ മാവ് വേണ്ടത്. ഇനിയിപ്പോൾ ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ പഴം ഉണ്ടല്ലോ കട്ട് ചെയ്തിട്ട്, അത് മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് ഒന്നുകൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു പലഹാരം റെഡിയാക്കാൻ ആവശ്യമായ പാത്രം എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിൽ കുറച്ച് കാഷ്നട്ടും കിസ്മിസും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ നെയ്യിൽ ഉണ്ടാക്കുമ്പോൾ ഒരു നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നെയ്യുണ്ടെങ്കിൽ അതന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നല്ലതുപോലെ വറുത്തതിന് ശേഷം ഈ ഒരു പാനിൽ നിന്നും എടുത്തു മാറ്റാം കേട്ടോ. അപ്പോൾ ഇതിൽ നിന്നും പകുതി ഈ ഒരു പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ബാക്കി പകുതി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാനായിട്ടാണ് കേട്ടോ. അതവിടെ മാറ്റി വെക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കാഷ്നട്ടൊക്കെ വറുത്തെടുത്തിട്ടുള്ള ആ ഒരു സെയിം പാനിൽ തന്നെ ഇത് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഓൾറെഡി നെയ്യ് ആ ഒരു പാനിൽ തന്നെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് നമുക്ക് വേറെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരു സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മേൽഭാഗം ഇതുപോലെ നന്നായിട്ടൊന്ന് പരത്തിയിട്ട് പ്രസ്സാക്കിയിട്ടൊന്ന് പരത്തിയിട്ടെടുക്കാം. എല്ലാ വശവും ഒരേപോലെ ആവുന്ന രീതിക്ക് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓണിലാണ് കേട്ടോ നിൽക്കുന്നത്. മീഡിയം ഫ്ലെയിമിലാണ് ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള കാഷ്നട്ടും കിസ്മിസൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനിയിപ്പോൾ നല്ലൊരു അടുപ്പ് വെച്ചിട്ട് ഇത് അടച്ച് കൊടുത്തിട്ടൊന്ന് കുക്കാക്കി എടുക്കുക. അപ്പോൾ ഒരു 35 to 40 മിനിറ്റോളാണ് കേട്ടോ എനിക്കിത് വെന്ത് കിട്ടാൻ ആവശ്യമായി വന്നിട്ടുള്ള ടൈം. അപ്പോൾ ഒരു 30 മിനിറ്റ് ആയപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടുവശം ഒന്നും കൂടി ആവാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വീണ്ടും അടച്ച് വെച്ചതായിരുന്നു. അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. താഴെ ഭാഗത്തുനിന്ന് പൊങ്ങി വന്നതാണ്. സൈഡിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. പഴം ആയതുകൊണ്ട് തന്നെ ആ പഴത്തിൻ്റെ ഒരു വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇതിലേക്ക്.
അപ്പോൾ നടുക്കൊന്ന് കുത്തി നോക്കുക. അപ്പോൾ ദാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകൾ വശം വേണമെങ്കിൽ നമുക്കിത് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ, മറ്റൊരു പാനിലേക്ക് ഇട്ടിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ എടുത്താലും മതി. അപ്പോൾ ഞാനിതാ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യൊന്നാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് വരെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി കേട്ടോ. എൻ്റെ കുറച്ചൊന്ന് എടുക്കാൻ വൈകിപ്പോയി. അപ്പോഴേക്കും ഇതാ ചെറുതായിട്ടൊന്ന് നിറം മാറി കേട്ടോ. എന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ എടുത്തോണ്ട് കുഴപ്പമില്ലാതെ കിട്ടി. ഇപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് കാട്ടിത്തരാം കേട്ടോ. നല്ല സോഫ്റ്റായിട്ടാണ് കേട്ടോ അത് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ നിങ്ങളിതിലേക്ക് പഴം കട്ട് ചെയ്ത് ചേർത്തത് ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിലേറെ ടേസ്റ്റ് ഇതുപോലെ പഴം കടിക്കാൻ കിട്ടുമ്പോഴാണ്. നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾവശമൊക്കെ കണ്ടില്ലേ, നല്ല വൃത്തിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പം ഇതുപോലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.